ലൈംഗിക സന്ദേശാരോപണം നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. പോലീസിലോ പാർട്ടിയിലോ പരാതി ലഭിച്ചിട്ടില്ല എന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. Already he said what he has said, and I think this chapter is over because he has resigned from the Youth Congress. We didn't get any kind of complaint, and not in the police station also there is no FIR lodged against him. I didn't get any complaint. I will ask the opposition party to look into their party matters first and then tell about Congress. He's a elected representative. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന നിലപാടിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗമുള്ളത്. സാങ്കേതികത്വം പറഞ്ഞുള്ള സംരക്ഷണം പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള അഭിപ്രായവും ഇവർ ഉയർത്തുന്നുണ്ട്. അതേസമയം ശക്തമായ നടപടി ഉണ്ടാകും എന്ന സൂചന നൽകുന്ന തരത്തിലായിരുന്നു VD സതീശന്റെ പ്രതികരണം. R. ശ്രീജിത്ത് അല്പസമയത്തിനകം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരും എന്ന തരത്തിലുള്ള പ്രതികരണമാണ് മുതിർന്ന നേതാക്കളിൽ നിന്നുണ്ടായത്. പക്ഷേ പാർട്ടിക്കകത്ത് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരാവശ്യമുണ്ട്. അതിനോട് ഏത് തരത്തിൽ നിലപാട് സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വർഷമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ വിവാദം ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യും എന്ന വിലയിരുത്തൽ വിമർശനം ഒരു കൂട്ടം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. R. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, പുറത്തു നിന്ന് മാത്രമല്ല പാർട്ടിക്കകത്ത് നിന്നും MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉയരുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ മുന്നിലുണ്ട്. അതിനിടയിൽ നിറം കെടുത്തുന്ന തരത്തിലുള്ള ഈ വിവാദം അതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത്? MLA സ്ഥാനത്ത് തുടരട്ടെ എന്ന നിലപാടുള്ള നേതാക്കളുടെ വാദത്തിന് തന്നെ ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണ് നേതൃത്വം പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ ശ്രീജിത്ത്, ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിനകത്ത് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. പല നേതാക്കന്മാർക്കും ഇക്കാര്യത്തിൽ പല അഭിപ്രായങ്ങളാണുള്ളത്. KPCC പ്രസിഡന്റ് ഇന്നലെ ഒരു സ്വകാര്യ ചാനലിൻ്റെ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് രാജി ആവശ്യം പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. അത്തരമൊരു കീഴ്വഴക്കം കേരളത്തിലില്ല. മാത്രമല്ല, പാർട്ടിക്ക് മുന്നിലോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിനോ നിയമ സംവിധാനത്തിനോ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തരത്തിലുള്ള പരാതിയുമില്ല. എങ്കിൽ പോലും ഉയർന്നു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി സംഭവിക്കുകയായിരുന്നു എന്നാണ് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. എന്നാൽ മറിച്ച് അഭിപ്രായമുള്ളവർ തന്നെ കോൺഗ്രസിലുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വത്തിൽ തുടരണമോ എന്ന കാര്യത്തിൽ സംശയത്തോടു കൂടിയുള്ള അഭിപ്രായങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. UDFിലെ ചില ഘടകകക്ഷികളും ഇക്കാര്യത്തിൽ ഗൗരവമുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാങ്കേതികത്വത്തിൻ്റെ ചരടിൽ തൂങ്ങി ഈ രാജി ആവശ്യം തള്ളരുത് എന്ന അഭിപ്രായമാണ് പലരും മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ LDFിൻ്റെ അതേ ധാർമ്മിക മാതൃകകളല്ല നമ്മൾ പിന്തുടരുന്നത്, UDF പിന്തുടരുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ല രാഷ്ട്രീയ അവസരമായി കൂടി ഈ ആരോപണത്തെ പല നേതാക്കളും കാണുന്നുണ്ട്. അങ്ങനെയാണ് ഈ രാജി ആവശ്യം ഉയർന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോലീസ് കംപ്ലയിൻറ്റോ ഒരു കോടതി സംവിധാനത്തിലുള്ള പരാതിയോ പാർട്ടിക്കകത്തോ ഒരു പരാതിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തിന് രാജിവെക്കണം? അങ്ങനെ രാജിവെച്ചാൽ നാളെ ഏതെങ്കിലും ആളുകൾ മുന്നോട്ട് വന്ന് ഇത്തരത്തിൽ MLA മാർക്കെതിരെ പരാതി വന്നാൽ എല്ലാവരും രാജിവെച്ചാൽ സർക്കാർ തന്നെ വീഴില്ലേ എന്ന് ചോദിക്കുന്നവരും കോൺഗ്രസിലും UDFിലുമുണ്ട്. ശ്രീതി, ഈ വിവാദങ്ങൾക്കിടെ രാജി വേണം എന്നുള്ള ആവശ്യമൊക്കെ ശക്തമാവുന്നതിനിടെ അങ്ങനെയല്ല, കോൺഗ്രസിനൊരു ധാർമ്മികതയുണ്ട്. അതാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. മറ്റു പാർട്ടികളിലെ സാഹചര്യം നിരത്തിക്കൊണ്ടുള്ള ഒരു വാദഗതികൾ മുന്നോട്ട് വയ്ക്കുകയല്ല. മുഖം രക്ഷിക്കാൻ, നഷ്ടപ്പെട്ട മുഖം വീണ്ടെടുക്കാൻ കർശനമായ നടപടിയാണ് വേണ്ടത് എന്നുള്ള ഈ കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം ആളുകളുടെ വാദം അത് നേതൃത്വത്തെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ? ശ്രീത്, റിജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാജി ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിയമസഭാംഗത്വവും രാജിവെക്കണം, അതാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെടുന്നവർ കോൺഗ്രസിലുണ്ട്. എന്നാൽ ഒരു പരാതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻറ്റുകളോ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരമൊരു രാജി, അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലില്ലല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും കോൺഗ്രസിലുണ്ട്. ഈ രണ്ട് ഭിന്നാഭിപ്രായങ്ങളുടെ സംഘടനമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നടക്കുന്നത്. UDFിലെ പല ഘടകകക്ഷികൾക്കും ഇക്കാര്യത്തിൽ രാജി വേണം എന്ന അഭിപ്രായം ഉള്ളവരുണ്ട്. എന്നാൽ രാജി തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കില്ലേ എന്ന് ആശങ്കയുള്ള ഘടകകക്ഷികളുമുണ്ട്. ഇത്തരം കാര്യങ്ങളെപ്പറ്റിയുള്ള ഒന്നും സംസ്ഥാന തലത്തിലൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിനോ UDFിനോ കഴിയില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ തീരുമാനമെടുക്കേണ്ടത്. ഹൈക്കമാൻഡിൻ്റെ ഒരു നിലപാട് എന്താണെന്ന് വ്യക്തമായാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകാൻ സാധ്യതയുള്ളൂ. ശ്രീതി, ഘടകകക്ഷികളുടെ കാര്യം ചൂണ്ടിക്കാട്ടിയതുപോലെ അത് നേരത്തെ ഒക്കെ വന്ന പ്രതികരണങ്ങളിൽ കോൺഗ്രസിനൊരു ഉചിതമായ തീരുമാനമെടുക്കാൻ കഴിയും എന്ന തരത്തിലാണ് ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ വന്നത്. അവിടെ നിന്നൊരു സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയുണ്ടോ? ശ്രീ
റിജിത്ത്, ഇന്നലെ UDFന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കോൺക്ലേവാണ് തിരുവനന്തപുരത്ത് കോവളത്ത് നടന്നത്. ഈ ഹെൽത്ത് കോൺക്ലേവിൽ പൂർണ്ണസമയം UDF നേതാക്കളും പ്രതിപക്ഷ നേതാവ് VD സതീശനും പങ്കെടുത്തു. കോൺക്ലേവിന് സമാന്തരമായി ഇതുമായി ബന്ധപ്പെട്ട ചില ആശയവിനിമയങ്ങൾ ഘടകകക്ഷികൾക്കും പ്രതിപക്ഷ നേതാവിനും ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ആ അഭിപ്രായ പ്രകടനങ്ങളിൽ ചില ഘടകകക്ഷികൾ ഇത് ഗൗരവതരമാണ്, അതുകൊണ്ട് തന്നെ ഇനി MLA സ്ഥാനത്ത് തുടരാൻ കഴിയുമോ, സാങ്കേതികത്വത്തിൽ പിടിച്ചു തൂങ്ങി തുടരാൻ കഴിയുമോ എന്ന സന്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസ് നിലപാടെടുക്കട്ടെ എന്ന അഭിപ്രായമാണ് ലീഗിന് അടക്കമുള്ള കക്ഷികൾക്കുള്ളത്. എന്നാൽ ലീഗ് രാജിവെക്കണമെന്ന് പൂർണ്ണമായി പറയുന്നില്ല. യൂത്ത് ലീഗും മറ്റും നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നത് വാസ്തവമാണ്. എങ്കിൽ പോലും ലീഗ് ഇക്കാര്യത്തിൽ ഒരു മിതത്വം പാലിക്കുകയാണ്. എന്നാൽ മറ്റ് ഘടകകക്ഷികൾക്കാണ് ഇത് രാജിവെക്കണം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. എന്നാൽ മറിച്ച് പോലീസ് പരാതി ഇല്ലാത്തപ്പോഴുള്ള ഈ രാജി തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമോ എന്ന് ആശങ്കയുള്ളവരും UDFിലുണ്ട്. ശരി, ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.